അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ റമളാൻ മാസത്തിലെ അവസാന 10-ലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ലൈലത്തുൽ ഖദറിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പ് തുറക്ക് ശേഷം ഇതുവരെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുതലെങ്കിലും നിങ്ങളിത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എല്ലാ നോമ്പുകാർക്കും ഈ ദുആ അറിഞ്ഞിരിക്കൽ വളരെ നല്ലതാണ്. ഈ 2 ദുആവും അറിഞ്ഞാൽ വളരെ ശ്രേഷ്ഠയാണ്. അതിൽ ഒന്ന് മാത്രമാണ് അറിയുള്ളൂ എങ്കിൽ മറ്റേ 2ഉം കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മക്കളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 2 ദുആവും നോമ്പ് തുറക്കും മുമ്പും നോമ്പ് തുറക്ക് ശേഷവും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ദുആനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതേതാണ് ദുആ എന്ന് നമുക്ക് നോക്കാം. വളരെയധികം ദുആകളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി 2 ദുആകൾ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു, അള്ളാഹുവേ നിനക്ക് വേണ്ടി ഞങ്ങൾ നോമ്പ് നോറ്റു, നീ തന്ന റിസ്ക് കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്യുന്നു എന്ന് ചൊല്ലുകയും ഈ ദുആ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറക്കുകയും അതിനുശേഷം ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദുആ കൂടെ ചൊല്ലുമായിരുന്നു. ഏതാണ് ആ ദുആ? ഒന്ന് നോട്ട് ചെയ്തുക. ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം ശമിച്ചു, ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ ദുആ കൂടെ ഓർമ്മയിൽ വെക്കുക. മക്കൾക്കും ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക. അത്രക്കും പവിത്രമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ നോമ്പിന് ഇത് ചൊല്ലാത്തവർ ഇന്ന് മുതലെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതുവരെ ഈ ദിക്ർ ചൊല്ലാത്തവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.